വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ രോഗപ്രതിരോധത്തിനുള്ള മരുന്ന് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് മരുന്ന് ഇഞ്ചക്ഷൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ തുള്ളിമരുന്നോ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്ന മരുന്ന് കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഭാവിയിൽ അതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള മരുന്ന് കൊടുക്കുമ്പോൾ അത് ബൂസ്റ്റ് ചെയ്ത് ഒരു മെമ്മറി ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഭാവിയിൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾ, അതായത് പകർച്ചവ്യാധികൾക്ക് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതുമൂലമുള്ള കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഈ വാക്സിനേഷൻ എടുത്തുകൊണ്ട് പല മാരകമായ അസുഖങ്ങളും നമുക്കിപ്പോൾ ലോകത്ത് തന്നെ ഇല്ല. അതായത് സ്മോൾ പോക്സ്, വസൂരി എന്ന് പറഞ്ഞൊരു അസുഖം നമ്മളിപ്പം കേൾക്കാറ് പോലില്ലാത്തത് വാക്സിനേഷൻ്റെ ഒരു വൻ വിജയമായിട്ടാണ് കരുതേണ്ടത്. ഇന്ത്യയിൽ പോളിയോ കഴിഞ്ഞ 4-5 വർഷമായിട്ടില്ല. യിലാണെങ്കിൽ കഴിഞ്ഞ 15-20 വർഷമായിട്ട് പോളിയോ ഇല്ല. അത് വാക്സിനേഷൻ്റെ ഒരു വലിയൊരു നേട്ടമായിട്ടാണ് കരുതേണ്ടത്. പല രാജ്യങ്ങളിലും ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പലതാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും മാരകമായ അസുഖങ്ങൾക്കുള്ള കവറേജ് എല്ലാ രാജ്യങ്ങളിലും ഏകദേശം ഒന്ന് തന്നെയാണ്. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്നുള്ള ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ മാരകമായ 7 അസുഖങ്ങൾക്കെതിരെയാണ് നമ്മൾ ഇന്ത്യയിലായാലും യിലായാലും സ്ട്രിക്റ്റ് ആയിട്ട് കവറേജ് വേണമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. അതായത് ട്യൂബർക്ലോസിനെതിരെയുള്ള BCG, പോളിയോ, ട്രിപ്പിൾ നമ്മൾ പറയുന്ന DPT വാക്സിൻ, അതുപോലെ മീസിൽസ് വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ. അപ്പോൾ ഈ 7 അസുഖങ്ങൾക്കും ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും എടുക്കുന്ന സമയം മാത്രം വ്യത്യാസം വരുമെങ്കിലും അൾട്ടിമേറ്റ്ലി കുഞ്ഞിനുള്ള പ്രൊട്ടക്ഷൻ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ചെയ്യുന്നത് തന്നെയായിരിക്കും. ഇപ്പോൾ UAEയിലെ ഓപ്ഷണൽ വാക്സിൻ എടുക്കുകയാണെങ്കിൽ പ്രധാനമായും 4 ഓപ്ഷണൽ വാക്സിൻസ് ആണുള്ളത്. അതായത് ഫ്ലൂ വാക്സിൻ, ടൈഫോയിഡ് വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ആൻഡ് മെനിഞ്ചൈറ്റിസിനുള്ള മെനിങ്കോകോക്കൽ വാക്സിനാണ്. അപ്പോൾ ഫ്ലൂ വാക്സിൻ 6 മാസത്തിന് ശേഷമുള്ള കുട്ടികൾക്കാണ് എടുക്കാൻ ഗവൺമെൻറ് നിർദ്ദേശിച്ചുള്ളത്. മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെയുള്ള വാക്സിൻ 1 വയസ്സിന് ശേഷമാണ് എടുക്കുന്നത്. 2 വയസ്സിന് ശേഷം ടൈഫോയിഡും ഈ മെനിഞ്ചൈറ്റിസിന് മെനിങ്കോകോക്കൽ വാക്സിനും എടുക്കാവുന്നതാണ്. മേജറായിട്ട് ഒരു സൈഡ് എഫക്ട്സും ഒരു വാക്സിനും ഇല്ല. പിന്നെ ചില ഇഫക്ട്സ് ആണ് നമ്മൾ സൈഡ് എഫക്ട്സ് ആയിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. BCG സാധാരണ ലെഫ്റ്റ് ആമിലാണ് എടുക്കുന്നത്. അപ്പോൾ എടുത്ത ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച കഴിയുമ്പോൾ കുഞ്ഞിന് ആ എടുത്ത സൈറ്റിൽ ചെറിയൊരു സ്വെല്ലിംഗ് പോലെയും പിന്നീട് അത് ആ സ്വെല്ലിംഗ് പൊട്ടി പഴുപ്പ് പോലെ വരികയും ചെയ്യാറുണ്ട്. ഇത് BCGയുടെ ഒരു നോർമൽ റിയാക്ഷനാണ്. അപ്പോൾ ചില പേരൻസ് ഇത് കാണുമ്പോഴത്തേക്ക് ഇതെന്തോ ഇൻഫെക്ഷൻ ആണെന്ന് കരുതി അത് ഞെക്കി പൊട്ടിക്കാനും മരുന്ന് തയ്ക്കാനും ഒക്കെ പോകാറുണ്ട്. പക്ഷേ സാധാരണ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് ഒരു നോർമൽ റിയാക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് സ്കാർ ആവുന്നതിൻ്റെ അർത്ഥം കുഞ്ഞ് പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ്. പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് A അല്ലെങ്കിൽ ചിക്കൻ പോക്സ്, ടൈഫോയിഡ് മുതലായ വാക്സിനൊക്കെ കുട്ടിക്കാലത്ത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുതിർന്നവർക്കായാലും കൗമാരപ്രായക്കാർക്കായാലും പിന്നീട് എടുക്കാവുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള അസുഖങ്ങൾ വലിയവർക്കാണ് കൂടുതലും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുക. പിന്നുള്ളൊരു വാക്സിനാണ് സെർവൈക്കൽ ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ. അത് 9-10 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് എടുക്കാവുന്നതാണ്. ഇതും ഒരു ഓപ്ഷണൽ വാക്സിനാണ്. മുതിർന്നവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു വാക്സിനാണ്.